നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടങ്ങൾ അത് ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ചിലരുടെ ജീവിതത്തിൽ വെറും പരീക്ഷകളും മാർക്കുമായിട്ട് ഒക്കെ ഒതുങ്ങി പോകാറുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലേക്ക് ഒരു അധ്യാപകൻ കടന്നു വരികയാണ്. അപ്പം അധ്യാപകൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ നമ്മളെ മെൻറ്ററായിട്ട് വന്നാൽ എങ്ങനെയിരിക്കും? അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന സിനിമ. 1989 ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ സിനിമയുടെ കഥ നടക്കുന്നത് 1959 ഒരു വെൽമോണ്ട് എന്ന് പറയുന്ന സ്കൂളാണ്. ആ സ്കൂളിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളാണ്. അവിടുത്തെ കുട്ടികൾക്ക് എന്ന് പറയുന്നത് പഠനമല്ലാതെ അല്ലെങ്കിൽ അച്ചടക്കമല്ലാതെ വേറൊരു ലോകമില്ല. അങ്ങനെയാണ് അവർക്കിടയിലേക്ക് ജോൺ കീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എത്തുന്നത്. അദ്ദേഹം ആ ഒരു സ്കൂളിലെ മുൻകാല വിദ്യാർത്ഥി കൂടിയായിരുന്നു എന്നതും കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പൊ ഇദ്ദേഹം അവിടെയുള്ള ഒരു സാധാരണ അധ്യാപകനെ പോലെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ അധ്യാപന രീതികൾ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ അദ്ദേഹം പുസ്തകത്തിലുള്ളത് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതായത് പുസ്തകത്തിൽ കാണുന്ന തിയറികൾ, ഫോർമുലകൾ അങ്ങനെയുള്ള രീതിയിലേക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ അല്ലായിരുന്നു. അതായത് ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലാണ് അദ്ദേഹം കുട്ടികളോട് ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അപ്പൊ ആ സിനിമയിൽ പറയുന്നുണ്ട് കാർപ്പെ ഡിയം എന്ന് പറഞ്ഞത്. അതായത് ഇന്നത്തെ ദിവസം ആസ്വദിക്കാനാണ് കുട്ടികളോട് പറയുന്നത്. അങ്ങനെ കുട്ടികളോട് ആ ദിവസത്തെ ആഘോഷമാക്കാനും അതേപോലെ തന്നെ ആ ഒരു ദിവസത്തെ കീഴടക്കാനും പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ അധ്യാപന രീതി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഒന്നാമത്തത് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു വെക്കുന്നത് മറ്റുള്ളവരുടെ ആശ്രയം കിട്ടാതെ തന്നെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ ഇദ്ദേഹം കുട്ടികളെ ഉപദേശിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതേപോലെ തന്നെ പുസ്തകത്തിലെ ഒരു കവിതയുടെ ഗുണനിലവാരത്തെ അളക്കുന്ന അത്തരം പേജുകൾ അല്ലെങ്കിൽ അത്തരം താളുകൾ അത് കീറിക്കളഞ്ഞിട്ട് ജീവിതത്തെ നോക്കിക്കാണാൻ അദ്ദേഹം പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രംഗമാണ് കുട്ടികളോട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ ഒരേ കണ്ണിലൂടെ തന്നെ ലോകത്തെ വീക്ഷിക്കരുത് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം കുട്ടികളെ ഡെസ്കിൽ കയറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് ലോകത്തെ മറ്റൊരു വീക്ഷണകോണിലൂടെ കാണുവാൻ അദ്ദേഹം പ്രേരിപ്പിക്കുന്ന ഒരു രംഗം ഈ സിനിമയിലുണ്ട്. അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമയിൽ കൂടെ. അങ്ങനെ ഇരിക്കുകയാണ് നീൽ പെറി എന്ന് പറയുന്ന ആ ഒരു വിദ്യാർത്ഥി, ഇദ്ദേഹം അതായത് ജോൺ കീറ്റിംഗ്, അയാൾ ഒരു ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു രഹസ്യ കൂട്ടായ്മയിൽ അംഗമായിരുന്നു എന്ന് കണ്ടെത്തുന്നു. അങ്ങനെ തുടർന്ന് നീൽ പെറിയും സുഹൃത്തുക്കളായിട്ടുള്ള ടോഡും ചാർലിയും കൂടി ഈ ഒരു ഡെഡ് പോയറ്റ് സൊസൈറ്റി പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതും സ്കൂൾ അധികൃതർ അറിയാതെ തന്നെ. അങ്ങനെ തുടർന്ന് അവർ ഒരു ഗുഹയിൽ ഒത്തുകൂടുന്നു. അങ്ങനെ തുടർന്ന് അവരുടെ ആശയങ്ങളും കവിതകളും പങ്കുവെക്കുന്നു. അങ്ങനെ ഇത്തരം ആശയങ്ങൾ, കവിതകൾ, കഥകൾ പങ്കുവെക്കുന്നതിലൂടെ അവരുടെ അഭിലാഷങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ മുളച്ചു പൊന്തുന്നു. അങ്ങനെ വെൽ ഡിസിപ്ലിൻ ആയിട്ടിരുന്ന കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നതോടുകൂടി വലിയൊരു പ്രശ്നത്തിലേക്ക് ഈ ഒരു സ്കൂൾ പോവുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ സിനിമയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കഥാപാത്രമുണ്ട്, നീൽ പെറി എന്ന് പറയുന്ന വിദ്യാർത്ഥി. അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു നടനാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ആ ഒരു കർക്കശമായിട്ടുള്ള എതിർപ്പുകളെ അവഗണിച്ചിട്ട് വേണം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ. അതേപോലെ തന്നെ ടോഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, വളരെ അന്തർമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് മുന്നോട്ട് പോകണം. അപ്പം ഇത്തരത്തിലുള്ള ഈ ജോൺ കീറ്റിങ്ങിന്റെ ഈ ഒരു അധ്യാപന രീതി അതൊരു അച്ചടക്ക ലംഘനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററാണ് ഈ സിനിമയിലുള്ളത്. ആ കഥാപാത്രത്തിന്റെ പേര് നോളൻ എന്നാണ്. അപ്പൊ തുടർന്ന് അങ്ങോട്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഘർഷങ്ങൾ ഈ സിനിമയിൽ നിറയുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് നമ്മൾ പിന്നെ സിനിമയിൽ കാണാൻ പോകുന്നത് സ്കൂളിന്റെ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ, അതേപോലെ തന്നെ വിപ്ലവകരമായിട്ട് ചിന്ത ഉള്ള കുട്ടികൾ, ഇവർ തമ്മിലുള്ള ഒരു സംഘർഷമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു സംഘർഷത്തിലൂടെ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയുമോ? ഇനി അതല്ല, വ്യവസ്ഥിതിക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വരുമോ? അതല്ലെങ്കിൽ ജോൺ കീറ്റിങ്ങിന്റെ വാക്കുകൾ കുട്ടികളിലേക്ക് എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതൊക്കെ സിനിമ കണ്ടിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം. എനിക്ക് ഈ സിനിമ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ ഞാൻ ഈ സിനിമ മറ്റുള്ളവർ എന്തുകൊണ്ട് കാണണം എന്ന് പറയുന്ന കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത്, നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ശരിക്കും സ്വയം തിരിച്ചറിവ് നൽകുന്ന ഒരു ഘടകമാണ്. നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നത് ഈ സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റോബിൻ വില്യംസിന്റെ മാജിക്കലായിട്ടുള്ള പ്രകടനം,
അദ്ദേഹത്തെ പോലുള്ള ഒരു മെന്റർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നെങ്കിൽ നമ്മൾ ആശിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സിനിമയിലെ ഓരോ ഡയലോഗ് ഡെലിവറിയും ഇദ്ദേഹത്തിന്റെ ദശലക്ഷക്കണക്കിനായിട്ടുള്ള ആരാധകർ ഇന്നും ഓർത്തിരിക്കുന്നതാണ്. പിന്നെ ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാകുന്ന സൗഹൃദത്വത്തിന്റെയും അതേപോലെ തന്നെ വ്യക്തിത്വത്തിന്റെയും ഭാഷ. അപ്പൊ ഇതിലെ ഒരു കൂട്ടം കൗമാരക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഭയത്തെ അതിജീവിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം താങ്ങായി നിൽക്കുന്നതൊക്കെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ഈ സിനിമയിലെ ഒരു കഥാപാത്രമുണ്ട്, ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു അന്തർമുഖനാണെന്ന്. അപ്പൊ അദ്ദേഹം തന്റെ ആത്മവിശ്വാസം കണ്ടെത്തുന്നത് നമ്മളെ ആനന്ദിപ്പിക്കുന്നതാണ്. കാരണം നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഈ പറയുന്ന ടോഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാർപ്പെ ഡിയം എന്ന് പറയുന്ന ആ ഒരു പാഠം, അതായത് നാളെയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ ഇന്നത്തെ ദിവസം ആഘോഷമാക്കുക എന്നുള്ള രീതിയിലുള്ള ചിന്ത ഈ സിനിമ നമ്മളോട് പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ കലയും സാഹിത്യവും അത് ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു വികാരമാണ് എന്നതും ഈ സിനിമ സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് ഗണിതവും ശാസ്ത്രവും ഒക്കെ ജീവന്റെ നിലനിൽപ്പിനാണ് ലക്ഷ്യമെങ്കിൽ കലയും സാഹിത്യവും ജീവിതം ആസ്വദിക്കാനുള്ള വികാരങ്ങളാണ് എന്ന് നമ്മളോട് ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരിക്കും എല്ലാ വിദ്യാർത്ഥികളും ഒക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഡെഡ് പോയറ്റ് സൊസൈറ്റി. ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ.